എന്നാണ് അവസാനമായി നിങ്ങളൊരു സൂര്യോദയം കണ്ടത്? ആനന്ദ സിനിമയിൽ പറയുന്നത് ഓർമ്മയില്ലേ? സൂര്യൻ എല്ലാ ദിവസവും ഉദിക്കാറുണ്ട്, അസ്തമിക്കാറുണ്ട്, പക്ഷെ ആർക്കും ഒരു മൈൻഡ് ഇല്ല. ചിലപ്പോ ഒക്കെ എനിക്ക് തോന്നാറുണ്ട് എല്ലാവരും വല്ലപ്പോഴും ഒരു സൺറൈസ് ഒക്കെ കണ്ട ഈ ലോകത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. സോ ബാലി ട്രിപ്പിന്റെ തേർഡ് ഡേ ഞങ്ങൾ പോയത് ഒരു സൺറൈസ് കാണാനാണ്. രാവിലെ ഒരു 3-3:30 എണീറ്റ് റെഡിയായി നേരെ ഡയമണ്ട് ബീച്ചിലേക്ക് വിട്ടു. അവിടെ എത്തുമ്പോൾ സമയം 5:30 ആയിട്ടോ. ഫുള്ള് ഇരുട്ടായിരുന്നു, ഒന്നും മനസ്സിലാകുന്നുണ്ടായില്ല. എല്ലാവരും വേഗം നടന്ന് സൺറൈസ് പോയിന്റിലെത്തി ഇരിപ്പുറപ്പിച്ചു. ഇറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് സൺറൈസ് ഐ ഹാവ് എവർ സീൻ. ഇതിനു മുന്നേ പലപ്പോഴായിട്ട് സൂര്യോദയം കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഭംഗിയുള്ള ഒരെണ്ണം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ കാമായി ഇരുന്നത് ഇപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു. ഇറ്റ് വാസ് മാജിക്കൽ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് അനഘ. ഏറ്റവും കൂടുതൽ സൺറൈസ് കാണാൻ എക്സൈറ്റഡ് ആയിട്ടുള്ളത് അവളായിരുന്നു. അവൾ ആദ്യമായിട്ടാണ് ഒരു സൺറൈസ് കാണുന്നത്. ഐ എം വെരി ഹാപ്പി ഫോർ ഹെർ ബിക്കോസ് ഇത്രയും ചെറിയ പ്രായത്തിൽ വേറെ ഒരു രാജ്യത്ത് വന്ന് ഇത്രയും ബ്യൂട്ടിഫുൾ ആയ ഒരു സൺറൈസ് കാണാൻ പറ്റിയല്ലോ. Sorry. To watch a beautiful sunrise. ആ കാണുന്ന വഴി കൂടെയാണ് നമുക്ക് താഴോട്ടേക്ക് ട്രെക്ക് ചെയ്തറിയുന്നത്. സൂര്യോദയമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മെല്ലെ ഫോട്ടോസ് എടുക്കാൻ ഇറങ്ങി. വി ക്ലിക്ഡ് എ ലോട്ട് ഓഫ് പിക്ചർ. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയ പിക്ചേഴ്സാണ് ഞാൻ ഇവിടുന്ന് ക്ലിക്ക് ചെയ്തത്. ആഫ്റ്റർ ദാറ്റ് ട്രക്ക് ചെയ്ത് ബീച്ചിലേക്ക് ഇറങ്ങി കുറച്ചു നേരം അവിടെ നടന്ന് കളിച്ചു. ഞാൻ ആക്ച്വലി ഇന്ന് വേറെ ഡ്രസ്സ് ഇടാനാണ് പ്ലാൻ ചെയ്തത്. ബട്ട് അപ്സരയാണ് പറഞ്ഞത് ഈ ഡ്രസ്സ് ഇടാൻ. ആൻഡ് ഐ മസ്റ്റ് സേ ദാറ്റ് വാസ് ദ ബെസ്റ്റ് ഡിസിഷൻ. ആഫ്റ്റർ ദാറ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഫേമസ് ആയ ഒരു ഫോട്ടോ പോയിന്റിലേക്ക് പോയി. ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫോട്ടോ പോയിന്റിൽ നിന്നും ഫോട്ടോ എടുക്കാൻ കാശ് കൊടുക്കണം. കുറെ നടന്നിട്ടാണ് അങ്ങോട്ടേക്ക് എത്താൻ. ബട്ട് എനിക്കെന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല. സ്ഥലം കണ്ട് ഞങ്ങൾ മടങ്ങി. അല്ലേ? തിരിച്ച് റൂമിലെത്തുമ്പോഴേക്ക് 10:30 കഴിഞ്ഞിരുന്നു. ആഫ്റ്റർ ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ചു നേരം റെസ്റ്റ് എടുത്തു. ഒരു വീഡിയോ എടുക്കുന്നില്ല അവിടെ. ബാക്കിലുള്ള കാണുന്നില്ല. ഹലോ, നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ കുട്ടി. ഈവനിങ് ആണ് തിരിച്ചു പോകേണ്ട ബോട്ട്. സോ ഉച്ചയ്ക്ക് ഞങ്ങളൊരു കഫേ ഹോപ്പിങ്ങിന് ഇറങ്ങി. ഈ ട്രിപ്പിൽ ഏറ്റവും കോസ്റ്റ്ലി ഫുഡ് കഴിച്ച ഇന്നാണ്. ബട്ട് ഇറ്റ് വാസ് വെരി ടേസ്റ്റി. അവിടുത്തെ വ്യൂ സൂപ്പറാണ്. കടലിലെ തിരമാല ആസ്വദിച്ചുകൊണ്ട് വി ഹാഡ് അവർ ലഞ്ച്. ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം ചില്ല് ചെയ്ത് നേരെ ബോട്ട് കയറാൻ പോയി.
സൈഡ് ഞാനിവിടെ പോവാ. Thank you. Yeah, you're welcome. Oh. ഇന്നത്തെ സ്റ്റേ ഉബുദിലാണ്. റൂമിലെത്താൻ രാത്രിയായി. ചെക്ക് ഇൻ ചെയ്ത് നൈറ്റിലേക്കുള്ള ഫുഡ് ഓർഡർ ചെയ്ത് ഞങ്ങൾ കുറച്ചു പേര് ഒരു റൂമിലിരുന്ന് ഫുഡ് കഴിച്ചു. കുറേ നേരത്തെ കഥ പറച്ചിലും വർത്താനം കഴിഞ്ഞ് നേരെ ഉറങ്ങാൻ പോയി. അവള് കണ്ടുപിടിക്കുന്നവള്. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ പിമ്പിൾസ് വന്നു. ഞങ്ങൾക്കിന്ന് ബാൽക്കണിയൊക്കെയുള്ള റൂമാണ്. നല്ല നല്ല റൂമാണ്. ബാത്റൂം മാത്രം കുറച്ചൊരു സുഖമില്ല, ബട്ട് എന്നാലും ബാക്കിയൊക്കെ ഓക്കെ. നല്ല ആംബിയൻസ് ആണ്. ഇന്ന് ഞങ്ങൾക്കൊരു ATV റൈഡ് ഉണ്ട്, ഒരു ടീ പ്ലാന്റേഷൻ വിസിറ്റ് ഉണ്ട്, ആൻഡ് ഒരു വാട്ടർഫോൾസ് ഉണ്ട്. ഇന്ന് അർമാദിക്കേണ്ട ദിവസമാണ്. ഇന്നലെ രാത്രി റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, ഇരുട്ടായിട്ട്. ഇതാണ് ഞങ്ങളുടെ റൂമിലേക്കുള്ള വഴി. കാട്ടിൻ്റെ പച്ചപ്പ് ഹരിതാഭ പ്രകൃതി രമണി, കാട്ടിൻ്റെ ഉള്ളിൽ കൂടിയുള്ള വഴി. ഈ റൂമും ആ റൂമും ഇത് മൂന്നും ഞങ്ങളുടെ റൂമാണ്. ഇതൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ ഇടും, എനിക്കകത്ത് ഒരു നടന്മാരില്ല കേട്ടാ. ദിസ് ഇസ് ഡേ 4 ഓഫ് അവർ ബാലി ട്രിപ്പ്. രാവിലെ തന്നെ ഫുഡും കഴിച്ച് ഇന്നത്തെ അഡ്വഞ്ചർ ഇറങ്ങി. ഫസ്റ്റ് പോയത് ഒരു കോഫി പ്ലാന്റേഷനിലേക്കാണ്. So this is sample from the pop animal. This the first comes out before we process, so still longer like this. After this, and then we dry, and then we clean by hot water until clean like this. And then we remove the skin. So this is the first layer. Second layer, we open until the black color. So don't worry, drink your coffee because the bean have 2 layer inside. We measure or clean until this one. So after this we clean again, we dry, and then we roasting with honey. And different like Bali coffee, this is Arabica, Robusta already mixed together. And then cacao we make hot chocolate and chocolate bar. And then in Bali we don't have tea plantation, so we make tea from ginger, turmeric, mangosteen and lemongrass. Powder like this, and then we pound in glass with sipping until it's not powder. So Bali coffee that tastes strong and bitter is the way. അവിടെ ഒരുപാട് വെറൈറ്റി ഓഫ് ടീ ആൻഡ് കോഫി ട്രൈ ചെയ്തു. ഇറ്റ് വാസ് നൈസ്. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയ കോഫിയാണ് കോപ്പി ലുവ. സിവിറ്റ് കാറ്റ് കാപ്പിപ്പഴങ്ങൾ തിന്ന് ദഹിപ്പിച്ച് പുറന്തള്ളുന്ന കാപ്പിക്കുരുവിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാപ്പികളിൽ ഒന്നാണിത്. ആഫ്റ്റർ ദാറ്റ് വി ഹെഡഡ് ടു എക്സ്പീരിയൻസ് റിയൽ ലൈഫ് ടെമ്പിൾ റൺ ഇൻ ബാലി, ദ ഫേമസ് ATV റൈഡ്. The guide gave the instructions and we got helmet and shoes from there. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം അവിടെ തന്നെ ഉണ്ട്. ഒരു ATVയിൽ 2 പേരാണ് ഉണ്ടാവുക, ആൻഡ് 1-2 ഇൻസ്ട്രക്ടേഴ്സും നമ്മുടെ കൂടെ ഉണ്ടാവും ടു ഗൈഡസ്. അപ്പോൾ എൻജോയ് ദ റൈഡ്.
do you think? Today I'm with the professional driver from Kerala. എന്താ പെട്ടെന്ന് പോയി അതേ ഉള്ള വിഷമം. എത്രയായി ഒരു നമ്മളെപ്പോ തുടങ്ങിയതാ? ഇപ്പൊ എത്ര സമയമായി? ആരാണ് സൈക്കിള് പോലും ഓടിക്കാത്ത ആളെ നോക്കട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. സൈക്കിൾ ഓടിച്ചോ? ഞാൻ വിചാരിച്ചില്ല എന്നെ കൊണ്ട് ഓടിക്കാൻ പറ്റുമെന്ന്. കുറെ നേരം ഓടിച്ചു. After the ATV ride, we had mini lunch. ഇത് ഇവിടെ കോംപ്ലിമെന്ററി ആയിട്ടുള്ളതാണ് ആൻഡ് ATV റൈഡിന്റെ കോസ്റ്റ് പാക്കേജിൽ ഇൻക്ലൂഡ് അല്ല. ആഫ്റ്റർ an epic adventure, നേരെ തെഗനുഗൻ വാട്ടർഫോളിലേക്ക് പോയി. ഇവിടെ നിന്ന് ഒരു കുളിയൊക്കെ പാസ്സാക്കാം എന്നുള്ള എക്സ്പെക്ടേഷനിലായിരുന്നു വന്നത്. ബട്ട് വാട്ടർഫോളിന്റെ അടുത്തേക്ക് എൻട്രി റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. ശേഷം നേരെ ഉബുദ് മാർക്കറ്റിലേക്ക് ഷോപ്പിങ്ങിന് ഇറങ്ങി. സച്ച് എ ബ്യൂട്ടിഫുൾ ആൻഡ് കളർഫുൾ മാർക്കറ്റ്. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടന്നു.